ഹലോ ഗായ്സ്. പുതിയ രണ്ട് സാധനം കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ വന്നതാണ്. ഇതാണ് സംഭവം. ഇസുവിന് പുതിയ ബ്രഷ് നമ്മൾ വാങ്ങി. അതായത് ഇസുവിന്റെ പഴയ ബ്രഷ് ഞാനത് എനിക്കൊന്ന് കുറച്ചും കൂടെ ആലിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ ആലിക്ക് യൂസ് ചെയ്തു. അപ്പൊ ഇസുവിന് ബ്രഷ് ഇല്ലാതായി. അപ്പൊ അങ്ങനെ ഇസുവിന് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ബ്രഷ് ഇസുവിന്റെ കേസിൽ അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. കാരണം രോമം ഫുള്ള് പോകുന്നില്ലായിരുന്നു. അപ്പൊ ഈ സംഭവം നൈസാണ്, പക്ഷേങ്കില് സൂക്ഷിച്ചു. ഇത് നല്ല മൂർച്ച ഉണ്ട് അത്യാവശ്യം. സോ അടങ്ങി നിൽക്കുമ്പോ മാത്രം യൂസ് ചെയ്യുക. ഇവള് അത്യാവശ്യം ചെയ്യാൻ നിന്ന് തരും. ആദ്യം ഒരു ചാട്ടവേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് നല്ല, എനിക്ക് തോന്നുന്നു കറച്ച് ഭയങ്കര, ഞാനിപ്പോ ചീകി നോക്കിയതാണ് രോമം കാണാം. അപ്പൊ ഇത് അത്യാവശ്യം ഇപ്പൊ അവർക്ക് അധികം നമ്മൾ പിടിച്ചു നോക്കുമ്പോഴൊന്നും വലിയ രീതിയിൽ രോമം പൊഴിയുന്നൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ കണ്ടോ, ഡെഡ് ആയിട്ടുള്ള രോമം കളയാനായിട്ട് ഇത് പറ്റും. ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതും നൈസാണ്. ഇത് ആക്ച്വലി അധികം ഇത്രയും മൂർച്ചയില്ല. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര ഇതിന്റെ ഒരു ഡിസൈൻ നല്ല രസമുണ്ട്. ഞാൻ ഇത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. ഇതും കൂടെ വന്നു രണ്ടും ഒറ്റ ഇതിൽ വന്നു. അതെനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണെന്ന്. കാരണം ഞാൻ ഇപ്പോഴും അതിന്റെ ഓർഡർ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി. ആകെ ഇതിന്റെ ഇമേജ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു ഇമേജ് പോലും ഇല്ല. ഒന്ന് ഫ്രീ ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവം. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഷേപ്പ് നോക്ക്, ഇതിന്റെ ഷേപ്പ് സൂം ചെയ്ത് കണ്ടോ. ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇവക്കും നല്ല സുഖമായിരിക്കും. ഞാൻ എന്റെ മേത്ത് നോക്കി, നല്ല രസമുണ്ട്. അതുകൊണ്ട് എന്നിട്ടാ ഞാൻ ഇത് ചെയ്ത് നോക്കിയത്. കണ്ട, പക്ഷെ ഇവരുടെ ആകുമ്പോ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഉള്ളിലോട്ട് സംഭവം. ഇത് നൈസാണ് കേട്ടോ. ഏതോടനെ മിസ് ചെയ്യുന്നവർക്കായിട്ട് ഏതോടനെ ഉറങ്ങുവാണ്. അതുകൊണ്ട് ഒരു ശാന്തത ഈ വീട്ടിലുണ്ടാവാനുള്ള ചാൻസ്. സീരിയസ്ലി അവനൊന്ന് പനി വന്ന് അവൻ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും സത്യം. ഞങ്ങള് ഇങ്ങനെ അവൻ ഉറങ്ങി കഴിയുമ്പോഴൊക്കെ നമ്മൾ പറയും ഇപ്പൊ എന്തൊരു സമാനം. പക്ഷെ സത്യം പറഞ്ഞാൽ അവനൊരു വല്ല അസുഖമായിട്ടൊക്കെയാണ് നമ്മൾ ചില നേരം മിണ്ടാതിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തളർന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അപ്പൊ ഇവനൊന്ന് ബഹളം വെച്ച് കണ്ടാൽ മതി എന്നാണ് സത്യം. തളർന്നിരിക്കുന്ന അങ്ങേറ്റം പനി കൂടിയ അത് കഴിഞ്ഞ പനിക്കാ. അതിനു മുമ്പൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. കഴിഞ്ഞ പനി വന്നപ്പോ ആള് കുറച്ച് സ്ഥലമല്ല, ഇവിടെ അല്ലായിരുന്നു, ആലപ്പുഴയായിരുന്നു. അപ്പോൾ നല്ല ചൂട്. അപ്പൊ ആള് ചെറുതായിട്ടൊന്ന് പെട്ടു. എന്തായിരുന്നടാ, ചോറുണ്ടോ നാലി പോയിട്ട് വെള്ളം കുടിച്ചോടാ? എന്താ പവറിന് വേണ്ടി പോയി വെള്ളം കുടിച്ചതാ. അപ്പൊ ഈ സാധനം നൈസാണ്. അല്ല, അവനൊന്നും വാങ്ങിയില്ല. അവന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനക്കല്ലേടാ എപ്പോഴും സെറവും പിന്നെ ചെലവ് മൊത്തം ഇവക്ക് അല്ല. ഇനി ഇവക്ക് ഒന്നും വേണ്ട, ഇത് മതി. ഇവളുടെ ഹെയർസ് ഇപ്പൊ കൊഴിയുന്നില്ല. നല്ലതായിട്ട് കൊഴിയുമ്പോ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഭയങ്കര നല്ല മൂർച്ചയുണ്ട് കേട്ടോ. നല്ല മൂർച്ചയുണ്ട്. അതായത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യണോ. എന്നിട്ട് അത്ര നിങ്ങൾ പറയുന്നത് തൊട്ടാ മുറിഞ്ഞു പോകുന്ന പരിപാടി ഒന്നും അല്ല. പക്ഷെ ശ്രദ്ധിക്കണം. കാരണം സൈഡിലോട്ട് ചരിച്ചിട്ടൊന്നും വെച്ച് ചെയ്യൊന്നും ചെയ്യരുത്. ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ എല്ലാരും എപ്പോഴും നമ്മളോട് ചോദിക്കും, കുഞ്ഞുള്ള ഇസുവിന്റെ അലിയുടെയും ഹെയർ ഫോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കോംബ് ചെയ്യാന്നുള്ളതാണ് കൺട്രോൾ ചെയ്യാനുള്ള ഏക മാർഗം. അല്ലെങ്കിൽ പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാം. പക്ഷെ അതെനിക്ക് തോന്നുന്നു അത്ര നിങ്ങൾ എഫക്റ്റീവ് ഒന്നും അല്ല. കുറയ്ക്കാം, ഒരു പരിധി വരെ കുറയ്ക്കാം എന്നുള്ളത്. പിന്നെ ഇവരുടെ ഹെയർസ് കൊഴിയും. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും കിളിക്കും. ഞാൻ തീർന്നു പോകും. പക്ഷെ ഇല്ല, പിന്നെ സ്കിൻ ഡിസീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി എന്തായാലും കൊഴിയും. അപ്പൊ നീ മെല്ലെ പറയുന്നോട്ട് നമ്മളത് ക്ലീൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവളുടെ കൊഴിയാത്തോണ്ടല്ല അവരെ അകത്തിട്ട് വളർത്തുന്നത്. അതിലേം കൊഴിയുന്നുണ്ട്. പിന്നെ ആലിയുടെ കുറച്ച് കുറവാണ് കൊഴിയുന്നത്. ആലിയുടെ അങ്ങനെ കൊഴിയായിട്ടില്ല അങ്ങനെ തന്നെ വേണം പറയാൻ. വല്ലപ്പോഴെങ്ങാനും ഇവൻ മഴ എങ്ങനെ നനഞ്ഞ അങ്ങനെ എങ്ങാനേ ഉള്ളൂ. ഇവളുടെ നല്ല സിവിയർ ആയിട്ട് തന്നെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഇയർലി ഒരു ട്വൈസ് ഓർ ത്രൈസ് ഒക്കെ നമ്മുടെ മടിയിലോട്ടൊക്കെ വന്ന് ഒരു കറുത്ത ഉടുപ്പിട്ടിട്ട് മടിയിലോട്ട് വന്നിരുന്നാൽ മതി. ഫുള്ള് നമ്മുടെ ഫുൾ ഉടുപ്പുകളെ ഒട്ടും കൊഴിയുന്നില്ല. ഇപ്പം തണുപ്പല്ലേ, ചൂടല്ല, ചൂടാണ് മെയിൻ പ്രശ്നം. പുഴുവിനെ എപ്പോഴും പോയി നോക്കുന്നേ. ആട്ടാമ്പുഴല്ലേ ഇത്? മാറ്റം അല്ലെങ്കിൽ ആട്ടും. എനിക്ക് ഈ സാധനം ഭയങ്കര അലർജിയാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ അടുത്തൂടെ പോയാൽ തന്നെ ഇത് വല്ലതും എടുക്കും. മറ്റേ ചൂലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ രോമം എല്ലാം പിന്നെ എവിടെ ആവും. ഞാൻ പേസ്റ്റ് ബോർഡ് വല്ലതും എടുത്തു. പക്ഷെ ഞാൻ അതുകൊണ്ട് കൈ വെച്ചോണ്ടിരിക്കാ. വെളിയിലോട്ട് കളാം, കൊല്ലണ്ട, വെളിയിലോട്ട് കിട്ടേ. ഭൂമി എല്ലാവർക്കും പ്ലാസ്റ്റിക് അവിടെ വെച്ചേരും, അതിന്റെ പുറത്ത് വെച്ചേരും. തൽക്കാലം പിന്നെ എടുക്കാം, ആ രോമം പോട്ടെ. ഭൂമി എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്. സോ കൊല്ലാനുള്ള ഒരു അതാരും കടിക്കത്തൊന്നുമില്ലല്ലോ. അതിന്റെ അടുത്ത് പോയാൽ നമുക്ക് ചൊറിയുന്നേ ഉള്ളൂ. കടിച്ചിട്ടല്ല, അതിന്റെ രോമം പറ്റുമ്പോഴാണ് നമുക്ക് ചൊറിയുന്നത്. കുറുമിനെ പോലും നോക്കാത്ത മഹാത്മാഗാന്ധി. അങ്ങനൊന്നും അല്ല, നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാ. പക്ഷെ കൊതുവിനെ കടിക്കുന്ന കൊതുവിനെ നീ എന്താ ചെയ്യാറ്?
ശരിയാണല്ലോ. ഓ അതെന്റെ ചോര പിടിക്കാൻ വന്നിട്ടല്ലേ അല്ലേ? നമ്മളെ ഉപദ്രവിക്കുന്ന ഇതെന്തോന്ന്? ഇതാക്കാം. അത് മനുഷ്യനായാലും എന്തോന്ന് ഈ ഇരിപ്പ് രണ്ടെണ്ണോ? അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും ഇത് അവരവര് തന്നെയല്ലേ, അവരവരുടെ ഫാമിലി. എല്ലാവരും സെൽഫിഷ് ആണ്. എല്ലാവരും സെൽഫിഷ് ആണ്. ഒരു ആകണം കുറച്ചൊക്കെ. ആയാലേ ജീവിക്കാൻ പറ്റൂ. കുറച്ചൊക്കെ ആവണം, ഒരുപാട് ആവണം. അങ്ങനെയല്ല, എല്ലാവരും അൾട്ടിമേറ്റ്ലി സെൽഫിഷ് ആന്ന് പറയുമ്പോൾ ഇതിനിപ്പോ എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ വരുമായിരിക്കും. സത്യം അതാണ്. അൾട്ടിമേറ്റ്ലി നമുക്കിപ്പം നമ്മള് നമ്മുടെ വീട്ടിലുള്ളവര്, നമ്മുടെ കുട്ടികള്, അങ്ങനെയല്ലേ ഉള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി അതല്ലേ, ഫസ്റ്റ് പ്രയോറിറ്റി അതല്ലേ. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും നന്മ ചെയ്യുന്നു, ഓക്കെ ഫൈൻ. അതൊക്കെ ഫസ്റ്റ് ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ ഭാഗം സേഫ് ആക്കാനല്ലേ ആദ്യം നോക്കുക. അത് അങ്ങനെയാണ്. ഇപ്പം അത് അക്സെപ്റ്റ്, ചിലപ്പോ ഇനി ഇതിനെ പറ്റി തർക്കിക്കായിരുന്നുണ്ട്, പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ പെട്ടെന്ന് ഇവരെ സേഫ് ആക്കാൻ നോക്കും. അപ്പൊ പക്ഷെ ഞാൻ അടുത്ത് ഉള്ളവരെ അത് കഴിഞ്ഞേ ഞാൻ ആലോചിക്കും. അവരെ സേഫ് ആക്കൂല എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ സേഫ് ആക്കും, പക്ഷെ ആദ്യം ഞാൻ ഇവരെ നോക്കട്ടെ. ഇപ്പൊ എന്തിനാ ഇത് ചിൽഡ്രന്റെ അടുത്ത് വെക്കലെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേലും അവന്റെ അടുത്തൊന്നും വെക്കാറില്ല കേട്ടാ. അതിന്റെ മൂർച്ച പോകും അങ്ങനെ ചെയ്യാതെ. ഇവന്റെ അടുത്ത് ഒരു സാധനം വെക്കൂലേ, ഇവൻ എല്ലായിടത്തും വായലോട്ടിടും. ഇതെന്താണ് ചെയ്യണം അങ്ങ് സൂന? അടുത്ത ആള് വരുന്ന നോക്കി കിടക്കുക. ഇതുകൊണ്ടേ കുറെ പേര് ഈ വീഡിയോ മിസ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. എന്തുവാ അത്? എണീറ്റ് പോളേ. അതിന്റെ അടി പേസ്റ്റ് ആയോ കാണിക്കുന്നു രണ്ടും കൂടെ. എടാ എണീറ്റ് പോടാ കാര്യം അതിന്റെ അവളുടെ മണ്ടയ്ക്ക്. അവനാണ് കിടന്നു കൊടുക്കണത് സത്യത്തിൽ. ഇവനാണ് യഥാർത്ഥ ഗുരുത്തം കിട്ടുവാൻ. എന്താണ് ചെറുപ്പം ചെയ്യുന്നത്? പറയട്ടെ. ഇതിനിടയിൽ രണ്ടെണ്ണം കൂടെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഒന്നാമതൊരുത്തന്നെ ഉറങ്ങാൻ ഇഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ അവൻ എണീറ്റ് വന്ന് അത് എന്താ പറയുക, അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഒന്ന് പുറത്ത് പോയപ്പോൾ ഏത്തക്ക ഇപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവനിലെ പഴം മാത്രം അവന് കൊടുക്കും. ഇതിനിടയിൽ മൈക്ക് കണക്റ്റ് ആണെന്നറിയാതെ ഞങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മൈക്ക് കണക്റ്റ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല. ഉറക്കം എണീറ്റ് വന്നിട്ടും ബഹളമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ എഴുതൂട്ടൻ നന്നായിട്ട് ഉറങ്ങി, അവന് മതിയായിട്ടില്ലായിരുന്നു. അരമണിക്കൂർ എന്തോ ആയിട്ടുള്ളായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ട്. പക്ഷെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അവൻ എങ്ങനെയെങ്കിലും കളിക്കണമെന്ന് മാത്രമുള്ള ചിന്തയുള്ളൂ. രാത്രി ഉറങ്ങും, ഇപ്പോൾ നേരത്തെ ഉറങ്ങും, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തിരുന്ന് ഡാഡയ്ക്കും കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒന്ന് എണീറ്റ് പോകണമെന്നൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഉറക്കപ്പിച്ചിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് മര്യാദയ്ക്ക് കഴിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഡാഡയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് എനിക്ക് കുറച്ച് വാരി തന്നു, ഇടയ്ക്ക് അവൻ നമ്മളെ പറ്റിക്കും, കൊണ്ടുവന്നിട്ട് തരത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് ആള്. നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈസൂനും ആലിക്കും അവരുടെ ട്രീറ്റ്സ് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് വിഷമാവൂലേ നമ്മൾ കഴിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് അവർക്ക് ആദ്യമേ കൊടുത്തു. അതുകൊണ്ട് അവരവിടെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. ഇതേ കൊച്ചിനെ ഉണർത്തിയിട്ട് അവർ രണ്ടും കിടന്ന് ഉറങ്ങുന്നത്. നമുക്കിതിന് സമ്മതിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവരെ ഉണർത്തണം. ഞാൻ ഇടയ്ക്ക് പോയി അവളെ ശല്യം ചെയ്യുന്നുണ്ട്. ഇവനെ പേടിച്ചാണ് ഈ സെറ്റ് ഇങ്ങനെ തന്നെ എടുത്തിട്ടത് കേട്ടോ. ഇങ്ങനെ അല്ലായിരുന്നു ഇതിൻ്റെ പൊസിഷൻ. ഇവൻ ആ ബാക്കിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ എടുക്കും, പക്ഷേ ഇപ്പോഴും വലിയ രക്ഷയൊന്നുമില്ല. അവൻ അതിൻ്റെ പുറത്ത് കയറി വീണ്ടും എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഡിയാസ്. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. താങ്ക്